ബൈബിൾ പഠിക്കുമ്പോൾ ഒരു വലിയൊരു സംഭവമുണ്ട്, വലിയൊരു സംഭവം. അതായത് പഴയ നിയമവും പുതിയ നിയമവും മുഴുവൻ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം, ദൈവം തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനമല്ലേ, പഴയ നിയമ ജനത ഇസ്രായേൽ ജനം ദൈവം തിരഞ്ഞെടുത്തതിന് ആ ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു തീരുമാനമുണ്ട്, വലിയൊരു ആഗ്രഹമുണ്ട് എപ്പോഴും പറഞ്ഞു. അതായത് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അതാണ് ഉടമ്പടി. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനം. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. അത് അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ദൈവമായിട്ട് ആരും വരാൻ പാടില്ല. ഞാനല്ലാതെ വേറൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതായത് നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ആയിരിക്കണം, എന്നോട് ചേർന്നിരിക്കണം. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. അതായത് ദൈവം, അതാണ് പഴയ നിയമത്തിൽ മുഴുവൻ ദൈവം അസ്വസ്ഥതപ്പെടുന്ന ഒരേ ഒരു നിമിഷത്തിലാണ്. ഇസ്രായേൽ ജനം ചിലപ്പോഴൊക്കെ ഈ ദൈവത്തെ മറന്നിട്ട് അവർ മറ്റു പലതിനെയും ആശ്രയിക്കുക. വ്യക്തികളെ, രാജ്യങ്ങളെ, രാഷ്ട്രീയ അധികാരികളെ, നേതാക്കന്മാരെ, ബുദ്ധിയെ, പണത്തെ, അങ്ങനെ പലതിനും അവരുടെ സുഖത്തിനും അവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ആശ്രയിക്കാൻ പോവും. ഈ ആശ്രയിക്കുന്ന സമയങ്ങളിലാണ് അവർക്ക് തകർച്ച ഉണ്ടായിട്ട് ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിക്കാതെ ലോകത്തെ ആശ്രയിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4, 5, 6 വചനം. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കും. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ബൈബിൾ ശ്രദ്ധിക്കണേ, അച്ഛൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം ഇതാ, നിങ്ങൾക്ക് ഇതാ ഉടമ്പടി തന്നെ. ഉടമ്പടി ഒറ്റ വാക്ക്, അതായത് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനമായിരിക്കണം. ശ്രമപ്പെടുത്തി ആരുടെ ജനം? ദൈവത്തിൻ്റെ ജനം. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ നയിക്കുന്നത് ഞാനായിരിക്കണം. നിങ്ങളുടെ നിയമങ്ങൾ എൻ്റെ നിയമങ്ങളായിരിക്കണം, എൻ്റെ കൽപ്പനകൾ അനുസരിച്ച്. അവിടെ നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കണം. പക്ഷെ ചിലപ്പോഴൊക്കെ ഇസ്രായേൽ ജനം ഇതങ്ങ് മറക്കും. ഇതങ്ങ് മറക്കുന്നതാണ്. മറക്കുന്ന ഒത്തിരി സമയത്ത് മറക്കും. അതുപോലെ തന്നെ ഇവരെ മറ്റുള്ള ആളുകൾ പീഡിപ്പിക്കുന്നത് കാണാൻ പറ്റും. ആ പീഡിപ്പിക്കുമ്പോൾ തമ്പുരാൻ സഹിക്കത്തില്ല. അതാണ് പഴയ നിയമത്തിലെ ഫറവോ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കുന്നത് കണ്ടപ്പോൾ, അത് തൻ്റെ ജനത്തെ, സ്വന്തം ജനത്തെ അവർ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ ദൈവം ഉടനെ ഇടപെടുകയാണ്. മോശെ അയച്ചുകൊണ്ട് ഉടനെ അവിടെ ഇടപെട്ട് അവൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരിക. സർവ്വ ഹല്ലേലൂയ. ഒരു വെളിയിൽ അവനെ രക്ഷപ്പെടുത്തുകയാണ്, ചങ്കടൽ കടത്തി കൊണ്ടുപോകും. അപ്പോൾ അവിടെ കാണാൻ പറ്റും, എൻ്റെ ജനം, എൻ്റെ ആളുകൾ, എൻ്റെ കീഴിൽ ഞാൻ അവരെ സംരക്ഷിക്കുന്ന ദൈവം. സർവ്വ ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ 40 വർഷം കഴിയുമ്പോൾ ശരിക്കും ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ജനം മുഴുവനും ദൈവത്തിൻ്റെ കീഴിലാണ്. ദൈവ നിയമത്തിൻ്റെ 10 കൽപ്പനയുടെ കീഴിൽ. മോശെ ദൈവം അയച്ചത് അല്ല, മനുഷ്യരെ നിയമിച്ചതല്ല. മോശ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി, ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, ദൈവത്തിൻ്റെ പ്രവാചകനാണ് മോശ. ആ മോശയിലൂടെ ദൈവം അവരോട് സംസാരിക്കുക, ദൈവം അവരെ കൈപിടിച്ച, ദൈവം ഒരു കൂടെ നിൽക്കുക, സ്വന്തം ജനമായിട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സർവ്വ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് മരുഭൂമി വാസം കഴിഞ്ഞിട്ട് ചങ്കടൽ കടന്നിട്ട് കാനാൻ ദേശത്തോട്ട് കയറിയപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അവർ ചെയ്ത കാര്യം ശരി, നല്ല കൃഷിസ്ഥലങ്ങൾ, നല്ല ഭൂമി, നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോഴേക്കും, അതാണ് ഇസ്രായേൽ ദേശത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവരെ പെട്ടെന്ന് ദൈവത്തെ അങ്ങ് മറക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ഭരണം പതുക്കെ അങ്ങ് മാറ്റാൻ തുടങ്ങുക. ആ ഒരു നിയമങ്ങളും കൽപ്പനകളൊക്കെ അങ്ങ് അവഗണിക്കാൻ തുടങ്ങുക. ആദ്യത്തെ ഒരു മോശയെടുത്ത ഒരു കർക്കശ ഭാവത്തിൽ നിന്ന് പതുക്കെ മാറുക. ഒരു ദിവസം സാമൂൽ എന്ന് പറയുന്ന ഇസ്രായേലിലെ വലിയൊരു പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുക, മറ്റൊന്നും തോന്നരുത്, ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. കുറേ ആൾ. അപ്പം നിങ്ങൾ എന്താ ഇന്നത്തെ നിങ്ങളുടെ സാമൂൽ പ്രവാചകനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൽ കുറേ ശ്രേഷ്ഠന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ചെറിയൊരു ഉപദേശം പ്രവാചകനോട് പറയാനുണ്ട്. പ്രിസ്തലോഷ്. എന്താണോ ഉപദേശം മറ്റൊന്നുമല്ല, അതെ, നമുക്ക് സ്വന്തമായിട്ടൊരു രാജാവ് വേണം. പ്രിസ്തലോഷ് പറഞ്ഞു ഹല്ലേലൂയ. സ്വന്തമായിട്ട് ഒരു രാജാവ് വേണം. ഉടനെ സാമൂഹ്യ പ്രവാചകൻ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? നിങ്ങളുടെ രാജാവ് ദൈവം,
അത് കാണാനില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് സംസാരിക്കാം, ഞങ്ങളുടെ പരാതികളൊക്കെ ഞങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ, ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരാളെ ഞങ്ങൾക്ക് നേതാവായിട്ട് കിട്ടണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേക്കും സാമുവേൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്? ദൈവത്തിൻ്റെ കീഴിൽ നിന്ന്, ആ ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന് മാറി വേറെ ആരെങ്കിലും നിങ്ങളുടെ ഭരണകർത്താവായിട്ട്, രാജാവായിട്ട് നിങ്ങൾ നിയമിച്ചാൽ അന്ന് നിങ്ങൾ തകരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ സമ്മതിക്കില്ല. അവർ ഉടനെ പറഞ്ഞു, ചുറ്റുമുള്ള രാജ്യങ്ങൾ നോക്കിക്കേ, അവർക്ക് രാജാക്കന്മാരുണ്ട്, അവർക്ക് പടയാളികളുണ്ട്, അവർക്ക് സംവിധാനങ്ങളുണ്ട്, അതുകൊണ്ട് അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പം നമുക്ക് ആരുണ്ട്? രാജാവുണ്ടോ? അവർക്കൊരു സെറ്റപ്പ് ഇല്ല, ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് സാമുവേൽ പ്രവാചക, അഭിഷിക്ത, നീ മാറി നിൽക്ക്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, സ്വന്തമായിട്ട് ഒരു രാജാവിനെ വേണം. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടണം, അവൻ്റെ കീഴിൽ അവൻ ഭരിക്കട്ടെ, ഞങ്ങളുടെ ഇഷ്ടം. അങ്ങനെയാണ്. അപ്പോൾ സാമുവേൽ പറഞ്ഞു, സാമുവേൽ പ്രവാചകൻ, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം എന്ത് പറയുന്നു അക്കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാം. സ്ഥലമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുത്ത് എന്നിട്ട് സാമുവേൽ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, അവരന്ന് തൊട്ടേ ദുഷിച്ച മനസ്സുള്ളവരാ, അവരെപ്പോഴും എന്നോട് എതിർപ്പാണ്, എൻ്റെ കീഴിൽ നിൽക്കാൻ അവർ തയ്യാറല്ല, എൻ്റെ കീഴിൽ നിൽക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദേശത്തുള്ള മുഴുവൻ മക്കളോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കാൻ നീ തയ്യാറാണോ? ദൈവിക നിയമങ്ങളുടെ കീഴിൽ നിൽക്കാൻ നീ തയ്യാറാണോ? ആ ഒരു ഭരണത്തിൻ്റെ കീഴിൽ നിൽക്കാൻ തയ്യാറാണോ? എങ്കിലേ ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്ക് കിട്ടുകയുള്ളൂ. ദൈവിക നിയമങ്ങളുടെ, ദൈവിക കൽപ്പനകളുടെ, വിശ്വാസത്തിൻ്റെ കീഴിൽ നിൽക്കുക, എങ്കിലേ സാത്താൻ നിന്നെ ആക്രമിക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും 100% ഉറപ്പിച്ച് പറയുന്നു, സാത്താൻ്റെ ശക്തി നിന്നെ വെറുതെ വിടില്ല, അടിച്ച് തകർത്ത് കളയും. സ്ഥലം പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം, മരുഭൂമിയിൽ 40 വർഷം ഇസ്രായേൽ ജനം ജീവിക്കുമ്പോൾ ഭൗതികമായ സമ്പത്തൊന്നും അവർക്കില്ല, കൃഷിയിടങ്ങളില്ല, അവർക്ക് യാതൊന്നുമില്ല, പട്ടിണി പാവങ്ങളായിട്ട്. പക്ഷെ ഒന്നിനൊരു കുറവുണ്ടായിട്ടില്ല. 40 വർഷം മരുഭൂമിയിലൂടെ നടന്ന കാലഘട്ടങ്ങളിൽ അവരുടെ തെറ്റുകൊണ്ട് എന്തെങ്കിലും തകർച്ച ഉണ്ടായെന്നല്ലാതെ ദൈവം അവരെ ഉപദ്രവിച്ചിട്ടില്ല. ദൈവം അവരെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ കീഴിലായിരുന്നു. തമ്പുരാൻ അവർക്ക് വേണ്ടതെല്ലാം അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, അനുഗ്രഹങ്ങളിലൂടെ ദൈവം അവരെ സംരക്ഷിച്ചു. ദൈവം അവർ കാണത്തില്ല, പക്ഷെ കൂടെ ഉണ്ടായിരുന്നു. മോശയിലൂടെ വെളിപ്പെടുന്ന വചനങ്ങളെ മുഴുവൻ ദൈവവചനമായിട്ട് സ്വീകരിച്ചുകൊണ്ട് അംഗീകരിച്ചു. അതുപോലെ അവരങ്ങ് പോയപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം, അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജന ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊന്നും സംഭവിക്കുന്നത്. പിന്നീടാണ് ഇവർ ഈ മരുഭൂമികളിലെ വാസം കഴിഞ്ഞ് ഇസ്രായേൽ ദേശത്ത് കയറി കഴിഞ്ഞപ്പോൾ അവർ സാമുവേൽ പ്രവാചകൻ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജാവിനെ തരണം, ഞങ്ങൾക്കിനി പറ്റില്ല, മോശയൊന്നും വേണ്ട, ദൈവം അയക്കുന്ന ആളുകളെ വേണ്ട, സാമുവേൽ പ്രവാചകന് വേണ്ട, അഭിഷിക്തരെ വേണ്ട, ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിഷേകങ്ങളൊക്കെ തുടങ്ങണം, ഞങ്ങൾക്കത് മതി, അല്ലാണ്ട് വേറൊന്നും വേണ്ട. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, സംഭവിച്ചത് ഉടനെ പ്രവാചകൻ പോയി ദൈവത്തോട്, ദൈവം ദൈവം വിഷമിക്കുക. അവസാനം കൊടുത്തേരെ, അവർ കടമുഷ്ടികളാണ്, അവർ കൊടുത്തേരെ, അവർക്ക് എൻ്റെ കീഴിൽ നിന്ന് മാറാനുള്ള വ്യഗ്രതയാണ്, എൻ്റെ കീഴിൽ നിന്ന് മാറാനുള്ള എൻ്റെ നിയമങ്ങൾ അവർ അറിയുന്നില്ല. അവർക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന നന്മകൾ അവർ അറിയുന്നില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവർക്ക് പക്ഷെ അവരത് മറന്നു. ശരിക്കും അവർക്ക് ഇസ്രായേൽ ദേശമെല്ലാം കൊടുത്ത് ഈ ദൈവമാണ് അവർക്കെല്ലാം, ഒന്നുമില്ലാതെ അവർ ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്നവരാണ്. അവരെ അവിടുന്ന് ഈ ദൈവമാണ് അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് 40 വർഷം മരുഭൂമിയിലൂടെ കൈപിടിച്ച് നടത്തി, ഒന്നുമില്ലായ്മയെന്ന് അവരെ കൈപിടിച്ചുയർത്തി അനുഗ്രഹിച്ച് അവർക്ക് സ്വന്തമായ ഒരു രാജ്യം എല്ലാം കൊടുത്തത്. അത് സ്വന്തമായിട്ട് എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ തന്ന ദൈവനെ അവനങ്ങ് മറന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. വന്ന വഴി മുഴുവൻ മറന്നിട്ട് അവർ യുക്തിവിചാരം കയറി, ഭയം കയറി, പലതും ചിന്തിക്കാതെ. അവർ ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും രാജാവിന് വേണ്ടി ആഗ്രഹിച്ച് അവർ ചിന്തിച്ചത്, അവരുടെ കൃഷിഭൂമികൾ, അവരുടെ വളർത്തുമൃഗങ്ങൾ, അവരുടെ വസ്തുക്കൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ പടയാളികൾ വേണം, ഭടന്മാർ വേണം, പട്ടാളക്കാർ വേണം. അപ്പം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു രാജാവ്, ഒരു സിസ്റ്റം ഉണ്ടാകണം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആകണം, അല്പം കൂടെ ഭൗതികത വേണം.
അപ്പോൾ സിസ്റ്റം ഉണ്ടായാലേ പറ്റും. അല്ലാതെ ഈ അദൃശ്യകരം വേണ്ട, ദൃശ്യകരങ്ങളിൽ വിശ്വസിക്കാതെ. അത്ര നാളും അദൃശ്യകരത്തിൻ്റെ ശക്തി വെളിപ്പെട്ടതാണ്. ഇനി അദൃശ്യകരം വേണ്ട ഞങ്ങൾക്ക്. ദൃശ്യമായ കരങ്ങൾ, ദൃശ്യമായ രാജാക്കന്മാർ, ദൃശ്യമായ ഭരണാധികാരികൾ, അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അവരുടെ കീഴിലാണ് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത്. മോശയുടെ കരം ചെങ്കടലിന് മീതെ നീട്ടിയപ്പോൾ ദൈവത്തിൻ്റെ കരം വന്നത് അവർ കണ്ടതാ, എന്നിട്ടും അതൊരു മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അതായത് ചെങ്കടൽ ഉണ്ടാക്കി മാറ്റിയൊരു ദൈവത്തിൻ്റെ കീഴിൽ അത് മതി. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഒരു കാര്യം ഓർത്തു, ദൈവജനം ഒരു കാര്യം ഓർത്തു, മക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ ആരും നമ്മളെ തകർക്കില്ല. സ്വരം പറഞ്ഞു ഹല്ലേലൂയ. ദൈവ ഭരണത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു അന്ധകാരം നമ്മൾ തൊടില്ല, ഒന്നിനും നമ്മൾ ആക്രമിക്കാൻ പറ്റില്ല. ആ ദൈവിക സംവിധാനം, ദൈവിക നിയമത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലാണ്, അതനുസരിച്ചാണ് ദൈവജനം നീങ്ങുന്നതെങ്കിൽ ഒരു ദുഷ്ടാരൂപി, ഒരു സമൂഹമോ ആരും നമ്മൾ തൊടില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താ? ചില സമയങ്ങളിൽ നമ്മൾ പതുക്കെ അങ്ങ് മാറും. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മളവിടെ കണ്ടുമുട്ടുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൻ്റെ 20-21 വചനം. അതായത് ഏലിയാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ മുഴുവനും കാർമൽ മലയുടെ മുകളിലോട്ട് വിളിച്ചു കയറ്റിക്കൊണ്ടുപോകുന്ന സംഭവമുണ്ട്. അഹാബ് രാജാവും വരുന്നുണ്ട്. അപ്പോൾ ആരാണ് ശരിക്കുള്ള ദൈവം ചോദിക്കുക. ബാലാണെന്ന് അവർ പറയും. കുറേ പേര് ബാല്. ഇസ്രായേലിൽ ഒരുപറ്റം ആളുകൾ ബാലിൻ്റെ മുമ്പിൽ പോകുന്നു. ആ വലിയ വിഗ്രഹത്തെ ദൈവമായിട്ട് ഇസ്രായേൽ ജനം ആരാധിക്കുന്നു. അതിന് മുമ്പിൽ പൂജകൾ അർപ്പിക്കുന്നു, ബലികൾ അർപ്പിക്കുന്നു, നരഹത്യകൾ നടത്തുന്നു, എല്ലാം നടത്തുന്നു. അവർ ഈ ബാലും അശേര എന്നൊരു പ്രോസ്പെരിറ്റി ഗോഡ്സ് എന്നൊരു പറഞ്ഞിരുന്നു. പ്രോസ്പെരിറ്റി, സുഭിക്ഷതയുടെ ദേവന്മാർ, സുഭിക്ഷതയുടെ ദേവതകൾ, അവരുടെ മുമ്പിലേക്ക് പോയി അടിയറ വെച്ച് നിൽക്കുകയാണ്. ഇസ്രായേൽ ജനം ദൈവത്തെ തള്ളിപ്പറയാം. സ്വരമോളത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും ആ സമയത്ത് ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്തത് ഇവിടെ പറയുന്നത് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ പറഞ്ഞത് വെറും 7000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 7000 പേരെ ഇസ്രായേൽ സമൂഹത്തിനിടയിൽ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്തുണ്ടായിരുന്നുള്ളൂ. ബാലെന്നുള്ള വിഗ്രഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത വെറും 7000 പേര് ഉണ്ടായിരുന്നുള്ളൂ. ഏലിയ കരയുന്നുണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയെന്ന് പറഞ്ഞ് വാവിട്ട് കരയുമ്പോൾ ദൈവം വെളിപ്പെട്ട് പറയുന്നുണ്ട്, അല്ല, നീ മാത്രമല്ല, നിന്നോടുകൂടെ ഒരു 7000 പേര് ഞാൻ കൃപയാൽ തിരഞ്ഞെടുത്ത് ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഒരു 7000 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ നീ പേടിക്കേണ്ട. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ വിളി കരമേത്ത് ഈശോയെ എന്ന് വിളിച്ചേ. ആമേൻ. അപ്പം ഇവിടെ മലയുടെ മുകളിൽ നിർത്തിയിട്ട് ഏലിയ പ്രവാചകൻ, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? ഒന്നെങ്കിൽ ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോവും, അല്ല യഹോവയാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ. ശരിക്കും എന്തിനറിയോ? അവിടെയെല്ലാം ദൈവം തൻ്റെ അടുക്കിലേക്ക് മക്കളെ വിളിക്കുക. മറ്റ് ഭരണത്തിൻ്റെ കീഴിലേക്ക് പോകരുത്, മറ്റ് പഠനങ്ങളുടെ കീഴിലേക്ക് പോകരുത്, മറ്റ് പ്രബോധനങ്ങളുടെ കീഴിലേക്ക് പോകരുത്. എൻ്റെ പ്രബോധനം, എൻ്റെ വചനം, എൻ്റെ കൽപ്പനകൾ, അവയെ മാത്രം നിങ്ങൾ മുറുകെ പിടിക്കുക. എങ്കിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും, എങ്കിൽ നിങ്ങൾക്ക് അപകടമുണ്ടാകില്ല. ശ്രമത്തിൽ പറയും ഹല്ലേലൂയ. അതാണ് ശരിക്കും യെശയ്യാ 1:19-20 വചനം പറയുന്നത്. അനുസരിച്ചാൽ ഐശ്വര്യം ആസ്വദിക്കും, അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വാളിനിടെ. എന്താണ് അനുസരിക്കുക? നിങ്ങൾ എന്നെ അനുസരിക്കുക, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, എൻ്റെ വചനങ്ങളോട് എൻ്റെ കീഴിൽ നിൽക്കുക. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ പഴയ നിയമത്തിൽ ശ്രദ്ധിക്കണം, സാമുവേൽ പ്രവാചകൻ്റെ അടുത്ത് ജനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം സാമുവേൽ പ്രവാചകൻ ദൈവം പറഞ്ഞു, അവർക്ക് കൊടുത്തേരെ, അവർക്ക് ഒരു അനുഭവം കൊണ്ട് പഠിക്കട്ടെ. ഉടനെ ഇവർ ആളിനെ കൊണ്ടുവരുന്നു. ഒരു സാവൂൾ എന്ന് പറയുന്ന പഴയ നിയമത്തിൽ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. ഇവനെ നല്ല പൊക്കമുള്ളവൻ, ഇവനെ പിടിച്ച് അഭിഷേകം ചെയ്തു. മനുഷ്യനല്ല, അവർ ശരിക്കും അവിടെ ഒരു മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പാണ്. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം മാറ്റിവെച്ചു. ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ അവിശ്വസിക്കാൻ തുടങ്ങി. ദൈവം സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം കുറയാൻ തുടങ്ങി. ദൈവാശ്രയത്വം കുറഞ്ഞു, വചനത്തോടുള്ള വിശ്വസ്തത കുറഞ്ഞു, മനസ്സിലെവിടെയോ ഒരു ദൂരം സൂക്ഷിക്കാൻ തുടങ്ങി. സംശയങ്ങൾ കയറി, ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ കയറി. അവർ മനുഷ്യനെ ദൈവങ്ങളാക്കാൻ തുടങ്ങി, മനുഷ്യനെ ദൈവങ്ങളാക്കാൻ തുടങ്ങി. അതേ മക്കളെ, ഈ കാലഘട്ടത്തിൻ്റെയും തകർച്ച കാരണം മനുഷ്യനെ ദൈവങ്ങളാക്കാൻ തുടങ്ങി. സമൂഹത്തിൽ ചില ആളുകൾ നമ്മൾ ദൈവങ്ങളാക്കാൻ തുടങ്ങി. ചിലപ്പോൾ നമ്മൾ ഭരണാധികാരി അവരുടെ കീഴിലേക്ക് പോയിക്കും. എല്ലാ ലോകത്തിൻ്റെ നിയമങ്ങൾ
ചില രാഷ്ട്രീയ നിയമങ്ങൾ പോലും അതിൻ്റെ കീഴിലോട്ട്. ഞാൻ പറയും, നമ്മൾ ഏത് രാജ്യത്തായാലും, ഈ ഭൂമിയിലുള്ള ഏത് രാജ്യത്തായാലും ദൈവമക്കൾ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ കീഴിലായിരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനയുടെ കീഴിലായിരിക്കണം. അതാണ് ദൈവജനം. അവനെ ഭരിക്കുന്നതും നയിക്കുന്നതും ഈശോ മിശിഹ മാത്രമായിരിക്കണം. അവൻ്റെ കൽപ്പന ദൈവിക നിയമങ്ങൾ മാത്രമായിരിക്കണം. ലോകത്തിൻ്റെ നിയമങ്ങൾ അവനെ പിടിക്കരുത്. ലോകത്തിൻ്റെ സംവിധാനങ്ങൾ, നിയമങ്ങൾ പലതും മാറിക്കൊണ്ടാണ്. ആകാശവും ഭൂമിയും മാറും. അത് ഈശോ പറഞ്ഞല്ലോ, വലിയ വചനമാണത്. അതായത് മത്തായി 5:17, 18, 19, 20 വചനങ്ങൾ. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് വന്നത്. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറും, എൻ്റെ കൽപ്പനകൾക്ക്, വചനങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കും നിൽക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലായിരിക്കും നിൽക്കുന്നത്, ലോകത്ത് എവിടെ നിന്നോട്ടെ, ഏത് സ്ഥലത്തും. പക്ഷേ ചിലപ്പോഴൊക്കെ ഇസ്രായേൽ ജനത്തിന് പറ്റിയ പോലെ അവർ അവിടെയുള്ള ആളുകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ തുടങ്ങും. അവിടെയുള്ള നിയമങ്ങളിലേക്ക് പോകുക, അതിൻ്റെ കീഴിലേക്ക് പോവുക, അതിൻ്റെ ഭരണത്തിലേക്ക് പോവുക. പോകരുത്. ദൈവജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവകൽപ്പനകൾ, സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട ഈശോ മിശിഹായുടെ അധരങ്ങളിലൂടെ വരുന്ന വചനങ്ങളുടെ കീഴിലായിരിക്കണം. മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത 10 കൽപ്പനയുടെ കീഴിലായിരിക്കണം. ആ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണെങ്കിൽ സാത്താൻ നമ്മൾ ഉപദ്രവിക്കില്ല. അതിൽ നിന്ന് മാറിയാൽ നമ്മൾ തകർന്നു പോകും മക്കൾ, ഉറപ്പാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, കണ്ണുകൾ അടച്ചു പിടിക്കണം. ഈശോയുടെ ചോര നിന്റെ മേൽ പെയ്തിറങ്ങട്ടിപ്പോൾ. എല്ലാ മക്കളുടെയും ബന്ധനം അടിയട്ടെ. ഈശോ ഇപ്പോൾ ഇവിടെ ഉണ്ട്, എനിക്ക് കാണാം. ഈശോയുടെ ആണിപ്പാടുള്ള കൈകൾ തുറന്നു വെച്ചിരിക്കുന്നുണ്ട്, വ്യക്തമായിട്ട് ആത്മാവിനെ കാണിച്ചു തരുന്നുണ്ട്. മക്കൾ ഈ സമയത്ത് ആഗ്രഹിക്കുന്ന മക്കൾ വിളിച്ചോണം. ഈ സമയത്ത് അത്ഭുതം ഉറപ്പാ, 100% ഉറപ്പാ. ഈശോയെ വിളിക്കട്ടെ. ഉച്ചത്തിൽ ഈശോയെ ആശീർവദിക്കുന്ന ഈശോയെ വിളിക്കട്ടെ.